ഹലോ ഫ്രണ്ട്സ്, വെർച്യു ഹബിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ താരം ഒരു ഇൻഡോർ വാട്ടർ ഫൗണ്ടെയിനാണ്. ഒഴുകുന്ന വെള്ളത്തിൻ്റെ ശബ്ദം ഒരു ശാന്തമായ അന്തരീക്ഷത്തിൽ ഉണ്ടാക്കിയേക്കാവുന്ന ഒരു പോസിറ്റീവ് ആംബിയൻസ് ഉണ്ട്. കണ്ണിനും മനസ്സിനും ഒരുപോലെ ആസ്വദിക്കാവുന്ന അത്തരം ഒരു വാട്ടർ ഫൗണ്ടെയിനാണ് ഞങ്ങൾ ഇന്നിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. വീഡിയോ കണ്ടു നോക്കൂ. ഈ വാട്ടർ ഫൗണ്ടെയിനിൽ വെള്ളം ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ പാത്രങ്ങളും സിമൻറ്റ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇതെല്ലാം തന്നെ ഒരേ മാതൃകയിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന മെത്തേഡ് സെയിം ആണ്. ഇപ്പം ഞാനിവിടെ കാണിക്കുന്നത് വാട്ടർ ഫൗണ്ടെയിൻ്റെ ഏറ്റവും ടോപ്പിലിരിക്കുന്ന ഒരു കൂജയുണ്ട്. ആ കൂജയുടെ നിർമ്മാണ രീതിയാണ്. മണലിലാണ് ഞാൻ കൂജയുടെ ഇന്നർ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതായത് നമ്മൾ മണലിൽ വെള്ളം ഒഴിച്ചിട്ട് ഒരുപാട് ലൂസാവാതെ കുഴച്ചെടുക്കുക. അതിനുശേഷം അത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക. അതായത് ആ ഷേപ്പ് നമ്മൾ കൈകൊണ്ട് ചെയ്ത് സെറ്റാക്കി ആ ഷേപ്പാക്കി എടുക്കുക. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സിമൻറ്റ് അതിൻ്റെ സൈഡിലേക്ക് തേച്ച് കൊടുക്കാം. ആ തേച്ച് ഫുൾ ഷേപ്പ് ആയതിനു ശേഷം അത് നമ്മൾ സെറ്റാവാൻ വയ്ക്കുക. അതൊരു ദിവസം അങ്ങനെ തന്നെ വയ്ക്കുക. അതിനുശേഷം അത് മറച്ച് വെച്ചിട്ട് അതിൽ നമ്മുടെ പൂജയുടെ ടോപ്പ് സൈഡും കൂടി ഉണ്ടാക്കിയെടുക്കണം. അതിങ്ങനെ മറച്ച് വയ്ക്കുമ്പോഴൊക്കെ വളരെ കെയർഫുള്ളായിരിക്കണം. കാരണം ഒരു ദിവസം കൊണ്ട് സിമെൻറ്റ് സെറ്റാവില്ല. അത് 1, 2, 3 ദിവസം തുണി നനച്ച് അതിന്മേലിട്ടിട്ട് തന്നെയാണ് സെറ്റാവുള്ളൂ. പക്ഷേ നമുക്ക് ടോപ്പ് സൈഡും കൂടി ഉണ്ടാക്കേണ്ടത് കൊണ്ട് അത് പകുതി സെറ്റായ സിമെൻറ്റിൻ്റെ മേലെ ചെയ്താൽ ഇത്തിരി കൂടി അതിനൊരു സിങ്കിങ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിൽ ഒരു ബേസ് ചാന്ത് തേച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ അതിൻ്റെ ടോപ്പ് ഷേപ്പ് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ ഒരു ഷേപ്പ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റാവാൻ വേണ്ടിയിട്ട് വെള്ളത്തിലേക്ക് വയ്ക്കാം. ഒരു 4-5 ദിവസം അങ്ങനെ വയ്ക്കുക. അതിന് ശേഷം അതെടുത്ത് അതിന് ഔട്ടറിൽ ഇതിലൊക്കെ ചെറിയ ഷേപ്പ് വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് ക്ലിയർ ചെയ്യുക. ഇനി നമ്മളിപ്പോൾ കൂജയുടെ ഔട്ടറിൽ ചെറിയൊരു ഡിസൈൻ കൂടി ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം അത് പെയിൻറ്റിംഗ് ഒക്കെ വരുമ്പോൾ കുറച്ചും കൂടി ഭംഗിയായിരിക്കും ഇത്തരം ചെറിയ ഡിസൈൻ വർക്കുകളൊക്കെ അതിൽ പാറ്റേൺസ് ഒക്കെ കൊടുക്കുന്നത്. ഇത്രയായി കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ചെറുതായിട്ടൊന്ന് വാട്ടർ പ്രൂഫൊക്കെ ചെയ്തതിന് ശേഷം നമ്മളിതിൽ പെയിൻറ്റ് ചെയ്തെടുക്കണം. ഇത് ഇതിൻ്റെ പോട്ടോഫൈൽ വരുന്ന കുടമാണ്. ഇത് ഇതേ മെത്തേഡിലാണ് ചെയ്തത്. പക്ഷേ ഇതിൽ നമ്മൾ മണൽ കൊണ്ട് ഇന്നർ ഷേപ്പ് ഉണ്ടാക്കുന്നതിന് പകരം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കൂജയാണ് വെച്ചിരിക്കുന്നത്. കാരണം നമുക്ക് സെപ്പറേറ്റ് അതിനൊരു വാട്ടർ പ്രൂഫിങ് കൊടുക്കേണ്ട കാര്യമില്ല. ഇതിന് സ്റ്റാൻഡ് ഉണ്ടാക്കിയതാണ്. അത് 3 തട്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള ജസ്റ്റ് കോൺക്രീറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതിന് താഴെ ഈ ബേസ് ഏരിയയിൽ ഇത്ര ഒരു ഡിസൈൻ കൊടുക്കുകയാണ്. ബ്രിക്സ് നിരത്തിയിരിക്കുന്ന പോലുള്ള ഡിസൈൻ കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഈ ഇന്നർ ഏരിയ ഒന്ന് ഹൈലൈറ്റ് ആകാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് കൊടുത്ത് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മളിനി ഇതൊക്കെ ബേസ് പെയിൻ്റാണ്. അതിന് അതിൻ്റെ മെയിൻ മെറ്റാലിക് ഫിനിഷുള്ളൊരു പെയിൻറ്റ് നമ്മൾ ചെയ്യുന്നു. ഹയർ ആയിട്ടുള്ള സാൻഡ് ഫിനിഷാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ സാൻഡ് ഫിനിഷ് നമ്മൾ ലൈറ്റിംഗ് ഒക്കെ വരുമ്പോൾ ഹൈലൈറ്റ് ആവാനായിട്ട് സിൽവർ മെറ്റാലിക് പെയിൻറ്റ് അതിനേക്കൂടെ പതിപ്പിച്ച് കൊടുക്കുകയാണ്.
അപ്പോൾ നമ്മൾ ടോപ്പിൽ പൂജ പെയിൻറ്റ് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ താഴത്തെ പാത്രങ്ങളും ഈ സ്റ്റാൻഡും പെയിൻറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. എല്ലാം ഒരു മെറ്റാലിക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതെല്ലാം അസംബിൾ ചെയ്ത് നമ്മുടെ വീടിൻ്റെ ഒരു കോർണറിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് കമൻറ്റ് വഴി അറിയിക്കുക. അതുപോലെ തന്നെ ഞങ്ങളിടുന്ന മറ്റു വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലും പുതുമയേറിയ മറ്റൊരു വീഡിയോയുമായി എത്തുന്നവരെ ഇറ്റ്സ് വെർച്യു ഹബ് സൈനിങ് ഔട്ട്.